ഇതേ സമയം സാൻവിയും എബിയും പറഞ്ഞതനുസരിച്ച് ഐസക്ക് സത്യനോട് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. നീ എന്തൊക്കെയാ ഐസക്ക് ഈ പറയുന്നേ? എൻ്റെ മോൻ്റെ വിവാഹം ആ പിഴച്ചവളുമായി കഴിഞ്ഞെന്നോ? അതേ സത്യലിയ, എൻ്റെ മോൻ അന്വേഷിച്ചപ്പോൾ അവൻ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അവൻ്റെ ബോസ് നമ്മളെ സഹായിച്ചു. ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഐസക് ഓരോന്ന് തട്ടിവിട്ടുകൊണ്ടിരുന്നു. എന്നാൽ സത്യൻ്റെ മനസ്സിൽ സിദ്ധുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്ത മാത്രം നിറഞ്ഞു നിന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തു പറയണം എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. സത്യ, താനെന്താ ഒന്നും മിണ്ടാത്തത്? അയാൾ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ഐസക്കിൻ്റെ സ്വരം അവിടെ ഉയർന്നു. നീ എവിടെ ഉണ്ടോ സത്യ? ആ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഐസക്ക് പെട്ടെന്ന് സിദ്ധുവിൻ്റെ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം അവൻ്റെ വിവാഹം ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവൻ്റെ അമ്മയായ രാധികയ്ക്ക്. അവളിതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്ത് ചെയ്യാനാ ഐസക്കെ? നിന്റെ മോൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? എന്തായാലും നടന്നാ നടന്നു. ഇനി അതൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആ പെണ്ണിനെയും അവനെയും വീട്ടിലേക്ക് വിളിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. എടാ, അവളെപ്പോലൊരു പെണ്ണിനെ തറവാട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നേ? കുടുംബത്തിനൊരു അന്തസ്സില്ലേ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സത്യ. ആ പെണ്ണിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് നിന്റെ മകൻ തന്നെയാ. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും അവന് പിന്മാറാനൊന്നും കഴിയില്ല. അങ്ങനെ മാറിയാൽ തന്നെ കേസാണ് സത്യ. പിന്നെ നിന്റെ മോൻ ജയിലിലായിരിക്കും. അതുകൊണ്ട് നീ അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൂടെ നിർത്താൻ നോക്ക്. ഇല്ലെങ്കിൽ വയസ്സാം കാലത്ത് അവന് വേണ്ടി നീയും നിന്റെ ഭാര്യയും ഒരുപാട് അനുഭവിക്കേണ്ടി വരും. സത്യ അത്രയും പറഞ്ഞുകൊണ്ട് ആ കോൾ അവസാനിപ്പിച്ചു. ആ കോൾ അവസാനിച്ചതും ഐസക്ക് ഫോൺ എടുത്ത് അപ്പു എന്ന നമ്പറിലേക്ക് വിരലുകൾ അമർത്തി. ഇതേ സമയം തൻ്റെ അപ്പൻ്റെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എബി. എബി, ഫോൺ ബെല്ലടിക്കുന്ന കേട്ടില്ലേ? അപ്പച്ചനാണെന്ന് തോന്നുന്നു, വേഗം എടുക്കെബി. അവൾ അവനെ നിർബന്ധിച്ചതും ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ ആ കോൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്തായി അപ്പച്ച, അയാളോട് സംസാരിച്ചോ? നീയും മോളും പറഞ്ഞത് അക്ഷരം പ്രതി തെറ്റാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയൊക്കെ എൻ്റെ മക്കളുടെ കയ്യിലാണ്. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് അപ്പച്ചൻ ടെൻഷൻ ആകണ്ട. എല്ലാം ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അല്ല മോനെ, കാർത്തിമോൻ എന്നാ തിരികെ വരുന്നേ? അറിയില്ല അപ്പച്ച, സാറിൻ്റെ തിരക്കുകളൊക്കെ അപ്പച്ചന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഞങ്ങൾക്ക് മോനെ ഒന്ന് കാണണം. നിന്റെ അമ്മച്ചി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ആ മോനെ ഒന്ന് കാണാൻ. അവൾ വളർത്തിയ കുഞ്ഞായിരുന്നില്ലേ കാർത്തി? അതുപോലെ ആരൂന് എല്ലാരെയും കാണാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പം മോനെ. അതിനെന്താ അപ്പച്ച, അതിനുള്ളതൊക്കെ നമുക്ക് നോക്കാം. എബിൻ അപ്പച്ചനെ സമാധാനിപ്പിക്കാനായി പറഞ്ഞതും ഐസക്കിൻ്റെ ശബ്ദത്തിന് പകരം അവിടെ ഒരു സ്ത്രീ ശബ്ദമുയർന്നു. അപ്പം മോനെ, അമ്മച്ചിയാടാ. എന്നാ മോനെ ഞങ്ങൾക്ക് അവിടേക്ക് വരാൻ കഴിയുന്നത്? എൻ്റെ അമ്മച്ചി, നിങ്ങൾ ഇവിടേക്ക് വരുന്നതിന് ആരും തടയില്ല. എപ്പോൾ വേണേലും അമ്മച്ചിക്ക് അപ്പച്ചനെയും കൂട്ടി ഇവിടേക്ക് വരാം. അല്ല, എൻ്റെ റോസക്കച്ച എവിടെ? അവളുടെ ഇച്ചായനെ മറന്നോ? കൊള്ളാം, അവൾക്ക് നിന്നെ അങ്ങനെ മറക്കാൻ കഴിയുമോ മോനെ? അവളുടെ പ്രാണൻ തന്നെ നീയല്ലേ. എനിക്കറിയാം അമ്മച്ചി, എൻ്റെ കൊച്ചെവിടെ? സാധാരണ ഞാൻ ഫോണിൽ വിളിക്കുമ്പോൾ ഏറ്റവും മുൻപിൽ എൻ്റെ കൊച്ചല്ലേ ഉണ്ടാവുക. എന്നിട്ടിന്ന് എന്തു പറ്റി? ആളുടെ ഒരനക്കോ ഇല്ലല്ലോ. അതിന് നിന്റെ കൊച്ച് ഇവിടെ ഇല്ല മോനെ. അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കുക. വരാൻ ലേറ്റാകും. അതെന്താ അമ്മച്ചി പെട്ടെന്നൊരു പോക്ക്? അവളെന്നോട് പോകുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അത് മോള് പോകുന്നില്ലെന്ന് കരുതിയതാ മോനെ. പിന്നെ ഞങ്ങളാ അവളെ അവിടേക്ക് പറഞ്ഞയച്ചത്. അതെന്തിനാ? അവൾക്കിഷ്ടമല്ലായിരുന്നെങ്കിൽ അമ്മച്ചി എന്തിനാ നിർബന്ധിച്ച് പറഞ്ഞയക്കാൻ പോയത്? പൊടുന്നനെ എബിയുടെ സ്വരം മാറുന്നത് സാൻവിയും ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും അവൾ വരുമ്പോൾ ഇങ്ങോട്ട് വിളിക്കാൻ പറയാം അമ്മച്ചി. മോനെ, എത്ര ദിവസമാണെന്ന് പറഞ്ഞാ ആ കൊച്ചിനിങ്ങനെ അടച്ചിടുന്നത്? പുറത്തേക്കൊക്കെ ഇറങ്ങി 4 പേരെ കാണുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ മനസ്സൊന്ന് തണുക്കും. അങ്ങനെ തണുക്കാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ അമ്മച്ചി അവളുടെ ജീവിതത്തിൽ കുറച്ചു നാളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ അവരോട് എടുത്തടിച്ചതുപോലെ ചോദിച്ചതും അരുന്ധതിയും ഏറെ വിഷമത്തോടെ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു.
ഇനി ഇക്കാര്യം ആലോചിച്ച് അമ്മച്ചി മനസ്സ് നീട്ടാൻ നിൽക്കണ്ട. എന്തായാലും റോസക്കൊച്ചിനും ഒരു മാറ്റം അനിവാര്യമാണ്. അമ്മച്ചിയും അപ്പച്ചനും ഇവിടേക്ക് വരുമ്പോൾ അവളും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകണം. ശരി മോനെ. റോസാക്കൊച്ചിൻ്റെ ജാതി നമ്മുടേത് പോലെ അല്ലല്ലോ. അതുകൊണ്ട് തറവാട്ടിലേക്ക് അവളെ കൊണ്ടുവരാൻ അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ പൊന്നമ്മേ, നിങ്ങളിങ്ങനെ വിവരക്കേട് പറയരുത്. ഞാനിവിടെ നിൽക്കുന്നത് അവരുടെ കൊച്ചുമകനായിട്ടല്ല, മറിച്ച് കെ സാറിൻ്റെ പേരിലാണ്. എന്തായാലും ഞാനിവിടെ നിൽക്കുന്നത് മുത്തശ്ശിക്കും മുത്തശ്ശനുമൊക്കെ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് കഥയൊന്നും അറിഞ്ഞിട്ടുമല്ല. ഒരു പ്രത്യേക സ്നേഹം അവർക്ക് എന്നോടുണ്ട്. പിന്നെ പണ്ടുണ്ടായിരുന്ന തീണ്ടലും അയിത്തൊന്നും ഇപ്പം ഇവിടെ ഇല്ല. അതുകൊണ്ട് ആ കാര്യം ആലോചിച്ച് ഒരു ടെൻഷനും അവിടെ വേണ്ട. അപ്പനും അമ്മയും റോസക്കൊച്ചും കൂടെ ഇവിടേക്ക് വരാനും തയ്യാറായിക്കോളൂ. അതിനൊക്കെ വേണ്ടത് ഞാനും സാൻവി കൊച്ചും കൂടി ചെയ്തോളാം. അത്രയും പറഞ്ഞുകൊണ്ട് അവർ ആ കോൾ അവസാനിപ്പിച്ചു. എടാ കള്ളക്കാമുക, നീ ഞാൻ വിചാരിച്ചതുപോലെ അത്ര പാവമൊന്നും അല്ലല്ലോ. എബിൻ്റെ വാക്കുകൾ കേട്ട് സാൻവി ചെറു ചിരിയോടെ അവനോട് ചോദിച്ചു. ഒന്ന് പോകൊച്ചേ, എനിക്ക് നാണം വരും. നീ അങ്ങനൊന്നും പറയാതെ. ഓ, ഒരു വലിയ നാണക്കാരൻ വന്നിരിക്കുന്നു. അവൾ അവനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അല്ല, അപ്പം നിന്റെ അപ്പനും അമ്മയും പിന്നെ നിന്റെ റോസക്കൊച്ചും കൂടി ഈ തറവാട്ടിൽ തിരിച്ചെത്താൻ തീരുമാനിച്ചു അല്ലേ? അതേടി പെണ്ണെ, എൻ്റെ അമ്മച്ചിയുടെ വർഷങ്ങളായുള്ള ആഗ്രഹമാണ് ഇവിടേക്ക് വരാനും ഇവിടെയുള്ള എല്ലാവരെയും നേരിട്ട് കാണാനുമൊക്കെ. പക്ഷെ വരാനുള്ള ധൈര്യം അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. എടാ, അതിനു മാത്രം ആരും ഒരു തെറ്റും ചെയ്തില്ലല്ലോ. പിന്നെന്തിനാ അവരിങ്ങനെ പേടിക്കുന്നേ? സാൻവി അറിയാനായി അവനോട് ഓരോന്ന് ചോദിച്ചു. പ്രണയം ഒരു വലിയ തെറ്റാണെന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു സാൻവി എൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരുന്നത്. അതും ജാതിക്കും മതത്തിനും സമുദായത്തിനുമൊക്കെ വലിയ വില കൊടുക്കുന്ന ആളുകളായിരുന്നു ഈ വീട്ടുകാർ. അതൊക്കെ പോയി മറിഞ്ഞെങ്കിലും ഇവരുടെയൊക്കെ മനസ്സിലിപ്പോഴും അതിൻ്റെയൊക്കെ വിത്തുകൾ എവിടേക്കോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റിയുമായുള്ള നിന്റെ വിവാഹം അത് നടക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല സാൻവി കൊച്ചേ. അതിനൊന്നും നിന്റെ അപ്പനും ഒരിക്കലും സമ്മതിക്കില്ല. അതിന് അവരുടെ അനുവാദം വാങ്ങിയല്ലോ ഞാൻ ക്രിസ്റ്റിച്ചായനെ പ്രണയിച്ചത്. പിന്നെ ഇങ്ങനെ പ്രണയത്തെ എതിർക്കാനായിട്ടാണെങ്കിൽ അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ചതും പ്രണയിച്ച് തന്നെയല്ലേ? അന്ന് അവർക്കില്ലാത്ത പ്രശ്നങ്ങളൊന്നും എനിക്കും ഇല്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ക്രിസ്റ്റിച്ചനോടൊപ്പം മാത്രമായിരിക്കും, അവൾ അവനോട് തുറന്നു പറഞ്ഞു. എടി പൊന്നു കൊച്ചേ, നിനക്കവനെ ഇഷ്ടമാണെങ്കിൽ ഈ എബിച്ചാച്ചൻ എന്ത് വില കൊടുത്തും അത് നടത്തി തരും. ഇത് എൻ്റെ പെങ്ങളുകുട്ടിക്ക് ഈ ചാച്ചൻ തരുന്ന വാക്കാ. എന്നാൽ ഇതേ സമയം സത്യൻ ഐസക്ക് പറഞ്ഞ കാര്യങ്ങൾ തൻ്റെ ഭാര്യയോടും സഹോദരിയോടും പറയുകയായിരുന്നു. എന്തൊക്കെയാ ഏട്ടാ ഈ പറയുന്നേ? അവൻ്റെ വിവാഹം കഴിഞ്ഞെന്നോ? അതേ രാധികെ, അവൻ്റെ വിവാഹം കഴിഞ്ഞെന്നൊക്കെയാ കേൾക്കുന്നേ. ഇനി നമ്മൾ എന്താ ഏട്ടാ ചെയ്യുക? അവൻ്റെ ഭാവി തന്നെ പോയില്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് എന്താ രാധികെ കാര്യം? അവൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയത് അവൻ തന്നല്ലേ? അല്ല, ഇതിനൊക്കെ കാരണം ആ പെണ്ണ. അവൾ ഒറ്റൊരുത്തി കാരണമാ എൻ്റെ കുഞ്ഞ് പോലീസ് പിടിയിലായത്. അല്ലാതെ അമ്മയുടെ പൊന്നുമോൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ല. സാൻവി അത് കേട്ടതും വളരെ പുച്ഛത്തോടെ അവരോട് ചോദിച്ചു. ദേ സാൻവി, സിദ്ധാർത്ഥ് നിന്റെ ചേട്ടനാണ്. അത് മറന്ന് നീ പ്രവർത്തിക്കരുത്. അവനൊരു അപകടം വന്നാൽ അവനെ സംരക്ഷിക്കേണ്ടതും ചേർത്ത് നിർത്തേണ്ടതും നീ മാത്രമാണ്. കാരണം നാളെ നിനക്ക് ഒരാവശ്യം വന്നാൽ നിന്നെ സഹായിക്കാനും അവൻ മാത്രമേ നിനക്ക് കാണൂ. അവിടെ ഈ പറയുന്ന ആരും തന്നെ ഉണ്ടായെന്ന് വരില്ല. അതോർക്കുന്നത് നന്നായിരിക്കും. വർഷ അവളോട് വെട്ടി തുറന്നു പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് തോന്നിയത് പുച്ഛമായിരുന്നു. എൻ്റെ വർഷേ, നീ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കരുത്. അവൻ എന്നെ സഹായിക്കും പോലും. എന്നെ എന്നല്ല, ഈ ലോകത്ത് അവൻ ആരെയും സഹായിക്കില്ല. അതുപോലെ സ്നേഹിക്കേയില്ല. കാരണം സ്നേഹവും സഹായിക്കലും ഒക്കെ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവനൊന്നും മനുഷ്യനല്ല, മൃഗമാ. വെറും മനുഷ്യമൃഗം. ഇങ്ങനെ പരസ്പരം പഴിചാരാതെ അവനെ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന സാവിത്രിയുടെ സ്വരമുയർന്നു. എന്തായാലും സാവിയമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് സിദ്ധുമോനെ എങ്ങനെ നന്നാക്കാമെന്ന് സമയമെടുത്ത് തന്നെ ഇരുന്ന് ആലോചിക്ക്. എന്തെങ്കിലും വഴി കിട്ടിക്കോളും. ഡീ! അത് കേട്ടതും രാധികയുടെ സ്വരം അല്പം ദേഷ്യത്തോട് ഉയർന്നു. അമ്മ വെറുതെ ഒച്ചയിട്ട് ആരോഗ്യം കളയണ്ട. ഞാനില്ലാത്തൊന്നുമല്ല പറഞ്ഞത്. അതമ്മയ്ക്കും നല്ല വ്യക്തമായി തന്നെ അറിയാലോ.
അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ അടുത്ത് നിൽക്കുന്ന ആദിയുടെ നേരെ തിരിഞ്ഞു. ഏട്ടത്തി, നമുക്കിറങ്ങിയാലോ? നേരം ഒരുപാടായി. അത് കേട്ടതും സത്യൻ അല്പം ദേഷ്യത്തോടെ തന്നെ മുൻപോട്ട് കയറി വന്നു. സാനു, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിന്റെ സ്വന്തം അമ്മയും അച്ഛനും ജ്യേഷ്ഠനുമല്ലേ ഞങ്ങളൊക്കെ? എന്നിട്ടും നിനക്കെന്താ ഞങ്ങളോട് ഇത്രയധികം ദേഷ്യം? അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പണ്ടേ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അതെന്നെക്കൊണ്ട് പറയിക്കണ്ട. അതാർക്കും നല്ലതിനല്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവരെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. കണ്ടില്ലേ സത്യ, നിന്റെ മകളുടെ അഹങ്കാരം? ഇതൊക്കെ കണ്ടു നിന്ന സാവിത്രിയുടെ സ്വരമുയർന്നു. സത്യൻ മറുപടിയൊന്നും പറയാതെ അവിടെ നിന്നും സ്വന്തം റൂമിലേക്ക് വലിഞ്ഞു. ഇതേ സമയം ചെന്നൈയിൽ കെയുടെ ആളുകൾ സിദ്ധുവിനെയും താൻവിയെയും സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിരുന്നു. നോക്ക് താൻവി, നടക്കാനുള്ളതൊക്കെ നടന്നു എന്ന് കരുതി നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും എനിക്ക് കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല സിദ്ധാർത്ഥ്? ഞാനിപ്പോൾ നിന്റെ ഭാര്യയാണ്. നീ അത് മറക്കരുത്. ഭാര്യ? അതെങ്ങനെയായി എന്നൊന്നും നീ എന്നെ കൊണ്ട് പറയിക്കരുത് താൻവി. സത്യം പറ, നീ എന്നെ കുടുക്കിയതല്ലേ? സിദ്ധുവിൻ്റെ സ്വരം താൻവിയുടെ നേരെ ഉയർന്നു. ദേ സിദ്ധു, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എന്നെ ആ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് നീ ഒറ്റ ഒരുത്തനാ. അതുമാത്രമല്ല, എനിക്ക് ആ സമയം വരാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ നിന്നെ വിളിച്ച് അറിയിച്ചതുമാണ്. എന്നിട്ടും നിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് സിദ്ധു എനിക്ക് ആ സമയം അവിടേക്ക് വരേണ്ടി വന്നത് തന്നെ. എന്നിട്ടിപ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തുന്നോ? അല്ലെങ്കിൽ തന്നെ എന്നെ കുറ്റപ്പെടുത്താനുള്ള അധികാരം നിനക്ക് എവിടുന്നാ കിട്ടിയത്? താൻവി അവൻ്റെ നേർക്ക് തട്ടിക്കയറി. നിന്നെപ്പോലുള്ളൊരു എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. പണത്തിന് വേണ്ടി അഴിക്കുന്നവളാണ് നീയൊക്കെ. അതെ, അങ്ങനെ തന്നെയാണ്. പണത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത്. അതിന് എനിക്കെൻ്റേതായ ചില ന്യായീകരണങ്ങളുണ്ട്. അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല സിദ്ധാർത്ഥ്. പക്ഷേ നീ എന്തായി കാണിക്കുന്നേ? വലിയ കുടുംബത്തിലാ നിന്റെ ജനനം, ഇഷ്ടം പോലെ പണം, അതിനൊത്ത വിദ്യാഭ്യാസം. എന്നാ നീ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയോ ആര് കേട്ടാലും അറയ്ക്കുന്ന തരത്തിലുള്ളതല്ലേ നിന്റെ ജീവിതം. എല്ലാം പോട്ടെ, നീ നല്ലൊരു തസ്തികയിലിരുന്നതല്ലേ, അവിടെയും നീ പിറപ്പുകേട് കാണിച്ചതുകൊണ്ട് നിനക്കവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നില്ലേ? ഛീ, നിർത്തടി ചൂലെ. എന്നെ ഉപദേശിക്കാൻ മാത്രം നീ വളർന്നോ? അവൻ അവളുടെ നേരെ അട്ടഹസിക്കാൻ തുടങ്ങി. ഛേ, നിർത്തടോ. ഇനി നിന്റെ ശബ്ദമുയർന്നാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഓർമ്മയുണ്ടല്ലോ സ്റ്റേഷനിൽ വെച്ച് SI സാർ പറഞ്ഞതൊക്കെ. ആ SIയും നിന്റെ ഇടപാടുകാരനല്ലേ? അതാണ് നിന്നെ കണ്ടപ്പം മുതൽ അയാൾക്കൊരിളക്കം. സിദ്ധാർത്ഥ് അവളെ പുച്ഛിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ അവൻ്റെ അരികിൽ നിന്നും അടുത്ത റൂമിലേക്ക് നടന്നു നീങ്ങി. ഡീ! അവൾ പോകുന്നത് കണ്ടതും അവളെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് അവളുടെ പിറകെ പോകാനായി ഒരുങ്ങിയതും ഒരു ചെറുപ്പക്കാരൻ അവനെ പിടിച്ചു നിർത്തി. ഇനിയെങ്കിലും നിർത്തുന്നുണ്ടോ സിദ്ധു നിന്റെ ഈ തോന്നിവാസം? നിന്നോട് ഞാൻ പല ആവർത്തി പറഞ്ഞതാ ആ പെണ്ണുമായി അധികം അടുപ്പം വേണ്ടെന്ന്. എന്നിട്ട് നീ അത് കേട്ടോ? ആ ചെറുപ്പക്കാരൻ്റെ സ്വരം അവൻ്റെ നേരെ ഉയർന്നു. എടാ ശ്യാം, പറ്റിപ്പോയി. സത്യത്തിൽ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചതല്ലടാ. അവിടെ ആ പെണ്ണ് എന്നെ ചതിച്ചെന്നാ. ആയിക്കോട്ടെ സിദ്ധു, പക്ഷേ നീ പറയുന്നതിനെന്തേലും തെളിവുണ്ടോ? അത് കേട്ടതും സിദ്ധുവിൻ്റെ തല താഴ്ന്നു. എടാ, ഞാൻ നിന്റെ തല താഴാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്നെ പോലീസ് പിടിച്ച കാര്യം ഈ നാട്ടിലുള്ളവർ മാത്രമല്ല, നിന്റെ സ്വന്തം നാട്ടിലുള്ളവരും അറിഞ്ഞിട്ടുണ്ട്. നിന്റെ അച്ഛൻ, അമ്മ, സഹോദരി, അങ്ങനെ എല്ലാവരും. എടാ, ഞാനിനി അവരെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും? അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സിദ്ധാർത്ഥ്. ഈ പ്രശ്നം ഫേസ് ചെയ്തേ പറ്റൂ. അതുപോലെ താൻവി, ആ പെണ്ണിനെ നീ ഉപേക്ഷിച്ചാലോ, ഇനി നീ കാരണം അവൾക്കെന്തേലും സംഭവിച്ചാലോ, പിന്നെ നിന്റെ ജീവിതം ജയിലിലായിരിക്കും. ആ പോലീസുകാരനും വക്കീലുമൊക്കെ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. എടാ, എന്ന് കരുതി ആ പെണ്ണിനെ എനിക്ക് ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ വീട്ടുകാർ ഒരിക്കലും ഇത് സമ്മതിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഒരു രാഷിൻ്റെ ഒപ്പം കഴിയാൻ എനിക്കും താല്പര്യമില്ലടാ. സിദ്ധാർത്ഥ് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തൻ്റെ കൂട്ടുകാരനോട് തുറന്നു പറഞ്ഞു. എടാ, തൽക്കാലം നീ അവളെയും കൂട്ടിലെ നാട്ടിലേക്ക് പോകാൻ നോക്ക്. അതാണ് എല്ലാം കൊണ്ടും നല്ലത്. വെറുതെ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട സിദ്ധാർത്ഥ്. അതുപോലെ നമുക്കിതിന് പരിഹാരമുണ്ടാക്കാം. നീ വെറുതെ ഈ കാര്യമോർത്ത് ടെൻഷനാകണ്ട. എന്നാലും അവളെ കൊണ്ട് വീട്ടിലൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സിദ്ധു.
തൽക്കാലം ഈ നാണക്കേടൊന്നും കണ്ടില്ലെന്നടിച്ച് തറവാട്ടിലേക്ക് പോ. പതിയെല്ലാം ശരിയാകും. അയാൾ അവനെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അല്ല സാനു, നിന്റെ അച്ഛൻ ഈ പെണ്ണിനെ സ്വീകരിക്കുമോ? ഷോപ്പിലേക്കുള്ള യാത്രയിൽ അവൻ അവളോട് ചോദിച്ചു. സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഞാൻ നോക്കിയിട്ട് ചാൻസ് ഉണ്ട് ബി. നിനക്കറിയാലോ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്വഭാവം. അതുകൊണ്ട് ആ പെണ്ണിനെ സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. എബിൻ, അതുപോലുള്ള കാര്യങ്ങളാണ് അവനും ആ കുടുംബവും എൻ്റെ കാർത്തിയേട്ടനോടും ജാൻസിയേച്ചോടും ചെയ്തത്. സത്യം പറഞ്ഞ ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കുന്നത് ഉള്ളുരുകിയ. അതൊന്നും പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. അത് കേട്ടതും ആദിയുടെ സ്വരമുയർന്നു. മോളെ, സംഭവിച്ചതൊന്നും നിന്റെ കുഴപ്പം കൊണ്ടല്ല. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം. പിന്നെ കുടുംബത്തിലുള്ളവർ തെറ്റേതെന്ന് കരുതി എങ്ങനെയാ അത് നിന്റെ കുഴപ്പമാകുന്നത്? അതുകൊണ്ട് എൻ്റെ കുട്ടി ഇനി ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ അവളെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് ആദി തുടർന്നു. സാനുകൊച്ചേ, ആ സിദ്ധുവിൻ്റെ പെണ്ണിനെ നിന്റെ അമ്മ സ്വീകരിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അതും അവരുടെ സ്വഭാവം വെച്ച് നോക്കിയാ. അത് പിന്നെ പറയാനുണ്ടോ എബിക്കുട്ട? ഒരമ്മായിയമ്മ മരുമകൾ പോര് നമുക്കിവിടെ എന്തായാലും പ്രതീക്ഷിക്കാം. ഇതൊക്കെ ടി വിയിൽ കണ്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. ഇനി അതൊക്കെ നമുക്ക് നേരിൽ കാണാനുള്ള സുവർണ അവസരമാണ് മോനെ എബിക്കുട്ട നമുക്ക് കിട്ടിയേക്കുന്നത്. അങ്ങനെ ഓരോന്നും പറഞ്ഞവർ അവരുടെ യാത്ര തുടർന്നു. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് പോയി. എബിയും ആദിയും സാൻവിയും അവരുടെ ഷോപ്പുമൊക്കെ ആകെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ മനക്കില പ്രശ്നങ്ങളൊന്നും അവരെ അങ്ങനെ അലട്ടിയിരുന്നില്ല. എന്നാൽ സത്യൻ്റെ ഒക്കെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. സിദ്ധുവിൻ്റെ അവിഹിതം നാട്ടിലൊക്കെ പാട്ടായതോടെ സത്യനൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന രീതിയിൽ താൻവിയും. അങ്ങനെ പതിവ് പോലെ ഷോപ്പിലേക്ക് പോകാനായി ആദിയും കൂട്ടരും പുറത്തേക്കിറങ്ങിയതും രാധികയുടെ സ്വരമുയർന്നു. ഹോ, എൻ്റെ അമ്മ രാവിലെ തന്നെ ഫുൾ മൂഡിലാണല്ലോ. രാധികയുടെ സ്വരം കേട്ടതും സാൻവി തൻ്റെ അരികിൽ നിൽക്കുന്നവരോടായി പങ്കുവച്ചു. എൻ്റെ പൊന്നു കൊച്ചേ, നീ ഒന്ന് മിണ്ടാതിരിക്കുക. ഇനി രാധികയമ്മയാണ് ഇതൊക്കെ കേട്ട് വന്ന പിന്നെ അത് മതി. ആദ്യം അവളെ സ്നേഹത്തോട് ഉപദേശിച്ചു. എൻ്റെ ഏട്ടത്തി, ഞാനില്ലാത്ത ഒന്നുമല്ല പറഞ്ഞത്. എനിക്ക് ഈയിടെയായി അമ്മയുടെ സ്വഭാവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സിദ്ധാർത്ഥ് ഓരോന്ന് കാണിച്ചു കൂട്ടിയെന്ന് ഇവരെന്തിനാ താൻവയെ മാത്രം കുറ്റം പറയുന്നേ? ഇവരുടെ മോൻ പുണ്യാളനൊന്നും അല്ലല്ലോ. ആ പെണ്ണിൻ്റെ കൂടെ തന്നെയല്ലേ അവനെ പോലീസ് പിടിച്ചത്. എന്നാൽ എൻ്റെ അമ്മയുടെ ചില നേരത്തെ സംസാരം കേട്ടാൽ തോന്നും ആ പെണ്ണ് ഈ മോനെ നിർബന്ധിച്ച് കൂടെ ഡാഷ് ആണെന്ന്. കലികാലമല്ലാതെ എന്ത് പറയാനാ? സാൻവി തൻ്റെ ദേഷ്യം അവരെ അറിയിച്ചു. എൻ്റെ സാനുക്കൊച്ചേ, എൻ്റെ അഭിപ്രായത്തിൽ ഇവരുടെ കാര്യത്തിലൊരു അഭിപ്രായം പറയാനും നമ്മൾ പോണ്ട. ഗാലറിയിൽ നിന്ന് കളി കാണുക, അതാണ് എല്ലാം കൊണ്ടും നല്ലത്. എബിൻ്റെ വാക്കുകളായിരുന്നു അത്. എന്നാൽ ഇതേ സമയം രാധികയും താൻവിയും സാവിത്രിയും വർഷയും കൂടി ചേർന്ന് ഒരു ഞടി തന്നെയാണ് അവിടെ നടക്കുന്നത്. ദേ തള്ളേ, എടി പോടി എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതി, അല്ലാതെ എന്നെ വേണ്ട. താൻവി അല്പം ദേഷ്യത്തോടെ തന്നെ അവരോട് പറഞ്ഞു. ഓ, നിന്നെ പോലുള്ള പിഴച്ച സന്താനങ്ങളെ ഞങ്ങൾ പിന്നെ മഹാറാണിന്ന് വിളിക്കാം. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന വാണിയുടെ സ്വരമുയർന്നു. അതെ, ഞാൻ പിഴച്ചവളാണ്. അതറിഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങളുടെ സഹോദരൻ എന്നെ തേടി വന്നത് തന്നെ. അതുകൊണ്ട് ഞാൻ പിഴയാണെങ്കിൽ നിങ്ങളുടെ സഹോദരനും അങ്ങനെ തന്നെ. നീ കൂടുതൽ ചിലക്കണ്ട. എൻ്റെ മോൻ്റെ ജീവിതം തകർക്കാൻ വന്ന യക്ഷിയാണടി നീ. എൻ്റെ മകൻ്റെ വിവാഹം എല്ലാവരെയും പോലെ എനിക്കൊരു സ്വപ്നമായിരുന്നു. എല്ലാം നീ തകർത്തില്ലടി ഉരുമ്പെട്ടവളെ. ഇനി ഒരിക്കലും ഗതി പിടിക്കില്ല. രാധിക അവളെ ശപിക്കാൻ തുടങ്ങി. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ കുറേ നേരമായി. ഞാൻ സഹിച്ചു മടുത്തു. ഇനി എന്നെക്കുറിച്ച് ഒരക്ഷരം നാവിൽ നിന്ന് വന്നാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. താൻവിയുടെ സ്വരം ഉയർന്നതും രാധികയുടെ നാവ് അല്പം താഴ്ന്നു. അത് മനസ്സിലാക്കിയതും താൻവി തുടർന്നു. എൻ്റെ ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളുടെ മകൻ എൻ്റെ പിറകെ വന്നത്. പിന്നെ ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നും ആയിരുന്നില്ല രാധികമ്മേ. ഏതാണ്ട് 4-5 മാസങ്ങളായി അവനും ഞാനും തമ്മിൽ ബന്ധമുണ്ട്. എന്നെപ്പോലെ പല പെൺകുട്ടികളുമായി ഇവന് റിലേഷൻഷിപ്പും ഉണ്ട്. അതുകൊണ്ട് അമ്മ തന്നെ മകൻ്റെ സ്വഭാവ സവിശേഷതകൾ ഒന്നാളെ വെച്ച് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് മാത്രം എൻ്റെ നേരെ കുരയ്ക്കാൻ വന്നാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് താൻവി അവിടെ നിന്ന് നടന്നു നീങ്ങി. ഇതൊക്കെ കേട്ട് അവളെ കടിച്ചു കയറാനുള്ള ദേഷ്യവുമായി രാധികയും സാവിത്രിയും അങ്ങനെ തന്നെ നിന്നു.
ഇതൊക്കെ കണ്ട് ചെറുചിരിയോടെ സാൻവിയും എബിയും അവരുടെ നേരെ തിരിഞ്ഞു. നോക്കമ്മേ, ആ പോയവൾ പുലിക്കുട്ടിയാ. വെറുതെ അവളോട് ചൊറിഞ്ഞ് ഇല്ലാത്ത പണി നിങ്ങൾ വാങ്ങിച്ചു കൂട്ടണ്ട. ഡി, കൂടുതൽ പുച്ഛിക്കൊന്നും വേണ്ട. ഇവിടെ എന്താ വേണ്ടെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ പൊന്നമ്മേ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നയാ. വെറുതെ ഒരു പ്രശ്നം നിങ്ങളായിട്ടുണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടായാ നിങ്ങളുടെ പൊന്നുമോൻ പിന്നെ ജയിലിലായിരിക്കും. അറിയാലോ അമ്മയുടെ പൊന്നുമോൻ ജയിലിൽ നിന്നും ഇറങ്ങിയ വഴിയൊക്കെ. നീ കൂടുതലൊന്നും പറയണ്ട സാൻവി. എൻ്റെ മോനെ ചതിച്ച ആരെയും ഞാൻ വെറുതെ വിടില്ല. ആ താൻവി, അവളെ എങ്ങനെ പുറത്താക്കണമെന്ന് എനിക്കറിയാം. അതിന് എനിക്കാരുടെയും സഹായം വേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് അവർ തുള്ളി അകത്തേക്ക് നടന്നു. വല്യമ്മ പറഞ്ഞത് നീ കേട്ടല്ലോ സാൻവി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് നീ വെറുതെ വല്യമ്മയുടെ ചീത്ത കേൾക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന വർഷയുടെ സ്വരമുയർന്നു. എൻ്റെ അമ്മയുടെ ചീത്തവിളിയല്ലേ, അത് ഞാനങ്ങ് സഹിച്ചു വർഷ. നീ എൻ്റെ കാര്യമോർത്ത് ഭാരപ്പെടാതെ സ്വന്തം കാര്യം എന്താണെന്ന് വെച്ചാ ചെയ്യാൻ നോക്ക്. അതെ കൊച്ചേ, സാനു കൊച്ചു പറഞ്ഞതുപോലെ വല്ലവൻ്റെയും കാര്യം നോക്കാതെ നീ നിന്റെ കാര്യം നോക്ക്. അല്ലെങ്കിൽ അടുത്ത പണി നിനക്കായിരിക്കും. വർഷയുടെ അഹങ്കാരം കണ്ട് എബിൻ അവളെ ഒന്ന് ചൊറിഞ്ഞു വിട്ടു. ഡാ, ഒന്ന് പോടി. നിന്റെ ഈ വിരട്ടലൊക്കെ നിന്റെ കൂടെ ഉള്ളവരോട് മതി, എന്നോട് വേണ്ട. ഇത് ആള് വേറെയാ. വർഷയുടെ മുഖഭാവം കണ്ടതും എബി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ആദ്യം കൂട്ടി അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ഇവരുടെ പുതിയ സെറ്റപ്പാണ് നീ അല്ലേ? അവൾ തീർത്തും പുച്ഛത്തോടെ അവനോട് ചോദിച്ചതും ആ ചോദ്യം അവസാനിക്കുന്നതിന് മുൻപ് അവളുടെ കവളിൽ ആരുടെയോ കൈവിരലുകൾ ശക്തിയിൽ പതിഞ്ഞു. നീ എന്നെ തല്ലിയല്ലേ? വർഷ ദേഷ്യത്തോടെ നിന്നുകൊണ്ട് ആദി മുൻപിലേക്ക് ചാടിയതും അവളുടെ കൈവിരലുകൾ അവളുടെ മുഖത്തിന് നേരെ ഒരു തവണ കൂടി ആഞ്ഞു വീശി. ഇത് നീ ചോദിച്ചു വാങ്ങിയതാണ് വർഷ. ഞാൻ ഒന്നിനും വരാതെ മാറി നിൽക്കുകയാണ്. ആ എന്നെയാ നീ ഈ പ്രശ്നത്തിലേക്കിപ്പോൾ വലിച്ചിട്ടത് തന്നെ. നിർത്തടി നിന്റെ അധിക പ്രസംഗം. എൻ്റെ കുഞ്ഞിൻ്റെ കവിൾ തല്ലി പൊട്ടിച്ചിട്ടാ നീ കിടന്ന് പ്രസംഗിക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന സാവിത്രി അല്പം ദേഷ്യത്തോടെ തന്നെ അവളോട് പറഞ്ഞു. ദേ സാവിയമ്മേ, ഞാൻ നിങ്ങളുടെ മകളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകളുടെ നാവിൻ്റെ കുഴപ്പമാ. നാവടക്കി വെച്ച് നടന്നിരുന്നേ ഇപ്പം ഈ അടിയുടെ ആവശ്യം അവൾക്കുണ്ടായിരുന്നില്ല. അത് ചെയ്യാതെ ചൊറിഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയത് നിങ്ങളുടെ മകള് തന്നെയാ. അതിലെനിക്കൊരു കുറ്റബോധവും ഇല്ല. അവൾ അവരോട് തുറന്നു പറഞ്ഞു. ഇനി ഇതിൻ്റെ പേരിൽ ഒരു വഴക്ക് എനിക്ക് താല്പര്യമില്ല. ഈ പ്രശ്നം നീയായിട്ട് ഇവിടെ നിർത്തിയാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ വീണ്ടും എൻ്റെ കൈവിരല് നിനക്ക് നേരെ പൊങ്ങിയിരിക്കും. ആദ്യം അവിടെയുള്ളവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി. മറുപടിയൊന്നും പറയാൻ കഴിയാതെ വർഷ അങ്ങനെ നിന്നു. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് എബി ഷോപ്പിലേക്ക് പോകുവാനായി കാർ എടുക്കാൻ മുൻപിലേക്ക് നടന്നത്. അതിൻ്റെ തൊട്ടു പിറകെ സാൻവിയും ആദിയും. എന്നാലും എൻ്റെ വർഷേച്ചി, ആ ആദി അവൾ ചെയ്തത് വല്ലാത്ത ചെയ്ത്തായിപ്പോയി അല്ലേ? സ്വന്തം സഹോദരിയുടെ ഇരിപ്പ് കണ്ടതും വാണിയുടെ സ്വരമുയർന്നു. നീ നോക്കിക്കോ വാണി, ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തിരിക്കും. എന്ത് പ്രതികാരം? അതൊന്നും നീ അറിയണ്ട വാണി. ആ പെണ്ണ് എന്നെ വേദനിപ്പിച്ചതിൻ്റെ ഇരട്ടി കരയും. നീ നോക്കിക്കോ. വെറുതെ നടക്കാത്ത കാര്യത്തിന് വേണ്ടി മനക്കോട്ട കെട്ടേണ്ട വല്ല കാര്യമുണ്ടോ വർഷേച്ചി? കാരണം ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് കാർത്തികേയൻ്റെ ആദിയാണ്. അവർക്കെന്തേലും സംഭവിച്ചാൽ കാർത്തികേയൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വെറുതെ പുതിയൊരു പ്രശ്നത്തിന് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. നിനക്ക് പേടിയുണ്ടേ നീ നിൽക്കണ്ട വാണി. ആ ആദിയെ ഒരു പാഠം പഠിപ്പിക്കാതെ അവളെ ഞാൻ വെറുതെ വിടില്ല. അത് ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞതാ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ചാടിത്തുള്ളി അകത്തേക്ക് പോയി. കിട്ടേണ്ടത് കിട്ടുമ്പോൾ തന്നെ അടങ്ങിക്കോളും. അവളുടെ ആ പോക്ക് കണ്ടതും വാണി പിറുപിറുത്തു. ഏട്ടത്തി, അവർ പറഞ്ഞൊന്നും നിങ്ങൾ മനസ്സിൽ വയ്ക്കണ്ട. എല്ലാം ഒന്നിനൊന്നും മെച്ചാ. സാൻവി തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി ആദിയോട് അപേക്ഷിച്ചു. ഹേയ്, അതൊന്നും സാരമില്ല കൊച്ചേ. നിന്റെ വീട്ടുകാരുടെ സ്വഭാവമൊക്കെ എനിക്കറിയാവുന്നതല്ലേ. എൻ്റെ വിഷമം ഇവനെക്കുറിച്ച് ഓർത്തിട്ടാ. എൻ്റെ പേരിൽ ഇവനും ചീത്തപ്പേര് കേൾക്കേണ്ടതായി വന്നില്ലേ? അതൊന്നും ഓർത്ത് ചേച്ചി ടെൻഷനാണ്ട. എനിക്കിതൊന്നും ഒരു വിഷയമേ അല്ല. പറയുന്നവരിരുന്ന് പറയട്ടെ, നമുക്ക് നമ്മളെ അറിയാലോ. എന്നാലും മോനെ, എൻ്റെ ആദ്യേച്ചി, നിങ്ങൾ സെൻറ്റി അടിച്ച് മനുഷ്യനെ കുഴപ്പിക്കാതെ. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവരുടെ യാത്ര തുടർന്നു.
അല്പനേരത്തിന് ശേഷം, എബി, നീ ആ വണ്ടി ഒന്ന് ഒതുക്കിയേ. എന്താ ചേച്ചി? അതൊക്കെ ഞാൻ പറയാം, നീ വണ്ടി ഒന്ന് ഒതുക്ക്. അത് കേട്ടതും എബി ആ കാർ ഒതുക്കി ആദിക്ക് നേരെ തിരിഞ്ഞു. എന്നാൽ അവൾ മറുപടിയൊന്നും പറയാതെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി മുന്നോട്ട് നടന്നു. അത് കണ്ട് അവളോടൊപ്പം സാൻവിയും. ഈ ഏട്ടത്തി ഇതെവിടെ പോവാ? ആദ്യം അവരോടൊന്നും പറയാതെ മുന്നോട്ട് നടക്കുന്നത് കണ്ടതും സാൻവി തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നവനോട് ചോദിച്ചു. ആർക്കറിയാം, എന്തായാലും നീ വാ, നമുക്ക് നോക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം നടന്ന് നീങ്ങിയ വഴിയിലൂടെ അവർ ഇരുവരും മുൻപോട്ട് നടന്നു. എന്നാൽ ഇതേ സമയം ആദ്യ തൻ്റെ കൂട്ടുകാരിയെ കണ്ട സന്തോഷത്തിലായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അവളുടെ കൂട്ടുകാരിയും. അതൂ, നിനക്ക് സുഖമാണോ പെണ്ണേ? എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. എൻ്റെ സുഖവും സുഖക്കേടുമൊക്കെ അവിടെ നിൽക്കട്ടെ, എത്ര കാലമായി നമ്മളൊന്ന് കണ്ടിട്ട്. നീ നമ്മളെയൊക്കെ മറന്നു അല്ലേ? അങ്ങനെ മറക്കാൻ കഴിയുന്ന ബന്ധമാണോ നമ്മൾക്കിടയിലുള്ളത്? പിന്നെ നീയുമായി ഒരു കോണ്ടാക്റ്റ് ഇല്ലാതിരുന്നതിന് കാരണം എനിക്ക് ഇടയിൽ കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങൾ വന്നിരുന്നു. ഇപ്പോഴാ എല്ലാം ഒന്ന് ശരിയായി വന്നത്. അവർ അങ്ങനെ പരസ്പരം സംസാരിച്ചിരിക്കുമ്പോഴാണ് സാൻവിയും എബിനും കൂടി അവിടേക്ക് കടന്നു വന്നത്. അവരെ കണ്ടതും ആദ്യം ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവരെ അവൾക്ക് പരിചയപ്പെടുത്തി. നയന, ഇതെൻ്റെ നാത്തൂൻ സാൻവി. ഇവളെ നീ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അത് കേട്ടതും അവൾ ഒരു കുഞ്ഞു പുഞ്ചിരി സാൻവിക്ക് സമ്മാനിച്ചുകൊണ്ട് തുടർന്നു. ഈ കുട്ടിയെ ഞാൻ പലയിടത്ത് വെച്ച് കണ്ടിട്ടുണ്ടാകൂ. ഞാനും കണ്ടിട്ടുണ്ട് ഏട്ടത്തി ഈ കൊച്ചിനെ, പക്ഷെ കണ്ടത് എവിടെ വെച്ചാണെന്ന് മാത്രം ഓർക്കുന്നില്ല. അതിന് മറുപടിയായി സാൻവിയും പറഞ്ഞു. പിന്നെ സാനുവിൻ്റെ കൂടെ നിൽക്കുന്നതാ നയനു, എബി. ഇപ്പം നമ്മുടെ ഷോപ്പിലാണ് ഇവൻ ജോലി ചെയ്യുന്നതൊക്കെ. എനിക്കെൻ്റെ കൂടെപ്പിറപ്പ് പോലെയാണ് എബിയും. അത് കേട്ടതും അവൾ അയാൾക്കും ഒരു പുഞ്ചിരി നൽകി. അല്ല ഏട്ടത്തി, ഈ കുട്ടി... ഓ ഗൈസ്, ഇതാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയാറുള്ള എൻ്റെ നയനു എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ നയന. ഇവളും ലക്ഷ്മിയുമായിരുന്നു ഒരു കാലത്ത് എൻ്റെ റൈറ്റും ലെഫ്റ്റും. ഏട്ടത്തി, ഈ കുട്ടി ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന നിധിൻ്റെ സിസ്റ്റർ അല്ലേ? അവൾ തീർത്തും സംശയത്തോടെ ആദ്യോടായി തിരക്കി. അതെ, ഇയാൾക്ക് എൻ്റെ ഏട്ടനെ അറിയുമോ? നയന സാൻവിയോട് തിരക്കി. പിന്നെ അറിയാതൊരു കാലത്ത് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ സൂപ്പർ ഹീറോ ആയിരുന്നല്ലോ നിധിൻ മനോഹർ. അപ്പോൾ ഇയാളും ബാംഗ്ലൂർ ആയിരുന്നോ? ആയിരുന്നു നയന. ഇപ്പം ഏട്ടത്തിയോടൊപ്പം കൂടിയിട്ട് കുറച്ചായി. അതിന് മറുപടിയായി അവളൊന്ന് മൂളി. സാനു, നിനക്കറിയാമോ, നിധിനും എനിക്കൊരു ഏട്ടനെ പോലായിരുന്നു. ഇവളെ കാണുന്നത് പോലെ തന്നെയായിരുന്നു അദ്ദേഹം എന്നെയും കണ്ടിരുന്നത്. പഠിക്കാനൊക്കെ ഒരുപാട് നിർബന്ധിച്ചിരുന്നു ഇവളെപ്പോലെ ഇവളുടെ ഏട്ടനും. ആദ്യം അവനെക്കുറിച്ച് വാചാലയായി. ഏട്ടത്തി, ഈ പറയുന്ന നിധിനെ എനിക്ക് നന്നായി അറിയാം. ഏതാണ്ട് 2 വർഷത്തോളം എനിക്ക് അയാളുമായി നല്ല രീതിയിൽ പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ എനിക്ക് ആരും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? ആദ്യയുടെ സ്വരമുയർന്നു. എനിക്ക് അയാളെ അറിയാം ഏട്ടത്തി. ആ നിധിനെ എന്നെക്കാളും കൂടുതൽ എൻ്റെ ഏട്ടനറിയാം. എൻ്റെ ഏട്ടൻ സിദ്ധുവിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ കുട്ടിയുടെ ആങ്ങള. അങ്ങനൊന്നുമില്ല മോളെ, നീ അവനെ തെറ്റിദ്ധരിച്ചതാ. എല്ലാവരെയും സ്നേഹിക്കാൻ അറിയുന്ന ഒരു പാവം മനുഷ്യനാണ് നിധിൻ. അത് ഏട്ടത്തിയുടെ ധാരണയല്ലേ? നമുക്കുള്ള ധാരണകളൊക്കെ ശരിയാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് ഈ കുട്ടി പറഞ്ഞത് ശരിയാണ് ആദി. നമുക്കുള്ള ധാരണകളൊക്കെ ശരിയാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പെണ്ണേ. നീ കേട്ടിട്ടില്ലേ, വിളക്കച്ചിരിക്കുന്നവരുടെ മുഖം പോലെ പ്രകാശിതമായിരിക്കില്ല അവരുടെ മനസ്സും. നീ എന്തൊക്കെയാ നയന ഈ പറയുന്നേ? സത്യത്തിൽ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാൻ മാത്രം ഒന്നുമില്ല ആദി. ഈ കുട്ടി പറഞ്ഞതുപോലെ എൻ്റെ ഏട്ടൻ ആളത്ര ശരിയല്ല. ഞാനും നീയും കണ്ടറിഞ്ഞ നിധിനൊന്നുമല്ല യഥാർത്ഥത്തിൽ അയാൾ. ഒരു പക്ക പെണ്ണുപിടിയൻ. എന്നാൽ നമുക്കൊന്നും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രം. നയന അത് പറഞ്ഞപ്പോഴാണ് കാർത്തി എന്ന് നിന്ദിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളെല്ലാം അവളുടെ ഓർമ്മയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ കാർത്തിയേട്ടൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമായിരുന്നോ? അവൾ ആ ചോദ്യം തന്നോട് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അതിനെ തകർത്തുകൊണ്ടായിരുന്നു സാൻവിയുടെ സ്വരം. ഏട്ടത്തിക്കറിയാവുന്നതുപോലൊരു പാവം മനുഷ്യനല്ല നിധിൻ. അവനെപ്പോലൊരു ഫ്രോഡിനെ ഞാൻ ഈ ജന്മം കണ്ടിട്ടില്ല. ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ എൻ്റെ സീനിയറായിട്ടായിരുന്നു ഇയാൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്കെവിടെ വെച്ചോ ഇയാൾ എന്നെ യാദൃശ്ചികമായി കണ്ടിരുന്നു. അന്ന് പരിചിത ഭാവത്തിൽ ഒരു പുഞ്ചിരി അയാൾക്ക് സമ്മാനിച്ചതിൻ്റെ പേരിൽ അയാൾ എൻ്റെ പിറകെയായി. പിന്നീടത് പ്രേമാഭ്യർത്ഥനയിലേക്ക് വഴിമാറി. ഞാൻ ഒരുപാട് സഹിച്ചിരുന്നു ഏട്ടത്തി. എനിക്ക് താല്പര്യമില്ലെന്ന് ഒരു 100 ആവർത്തി ഞാൻ അയാളോട് തുറന്നു പറഞ്ഞിരുന്നതാണ്. എന്നാലും അയാളുടെ ശല്യം ഏറി വന്നു. അങ്ങനെയാണ് ഞാൻ സിദ്ധാർത്ഥേട്ടനോട് ഇയാളുടെ കാര്യം പറഞ്ഞത്. അവിടെ എന്നെ അയാൾ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, ആ പരട്ടം
മോനെ സപ്പോർട്ട് ചെയ്ത് ഇവൻ എന്നോട് വാദിച്ചിരുന്നു. ഒരു സഹോദരിയോട് സംസാരിക്കുന്നത് പോലെയല്ല അയാൾ എന്നോട് സംസാരിച്ചിരുന്നത്. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണമെന്നാണ് ആ മോൻ എന്നോട് പറഞ്ഞത്. അത് മാത്രമല്ല, കോളേജാകുമ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ടാകുമെന്നും അയാൾ എന്നോട് പറഞ്ഞിരുന്നു. ഇതൊക്കെ കണ്ടില്ലെന്നടിച്ചാൽ മാത്രമേ ബാംഗ്ലൂർ പോലെയുള്ള നഗരത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ എന്നാണ് അയാൾ എനിക്ക് നൽകിയ ഉപദേശം. അന്ന് ആദ്യമായി അയാൾ എൻ്റെ ഏട്ടനാണെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പ് തോന്നി. അന്ന് വരെ ശത്രുസ്ഥാനത്ത് നിർത്തിയ എൻ്റെ കാർത്തിയേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എനിക്കങ്ങോട്ട് ഒരു ഏട്ടൻ്റെ കരുതലും സ്നേഹവുമൊക്കെ ഞാൻ അറിഞ്ഞത് എൻ്റെ കാർത്തിയേട്ടനിൽ നിന്നാണ് ഏട്ടത്തി. എൻ്റെ കാർത്തിയേട്ടനിൽ നിന്നാണ് ഏട്ടത്തി. ആ ഏട്ടൻ്റെ പെങ്ങളായി ജീവിതകാലം മുഴുവൻ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. അപ്പം നീയും കാർത്തി സാറിൻ്റെ എതിർപ്പാട്ടി ആയിരുന്നല്ലോ? എബിൻ അന്തം വിട്ടതുപോലെ അവളോട് ചോദിച്ചു. തിരിച്ചറിയാത്ത പ്രായത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മനുഷ്യനെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എബി. എന്നാൽ ആ മനുഷ്യൻ്റെ മനസ്സ് നിറയെ സ്നേഹമായിരുന്നു. ഞാൻ പറയാതെ തന്നെ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എനിക്കൊപ്പം അദ്ദേഹം നിന്നു. അതെങ്ങനെ നീ പറയാതെ കാർത്തി സാർ എല്ലാം അറിഞ്ഞത്? ഇതേ ചോദ്യം തന്നെയായിരുന്നു നയനയുടെ മനസ്സിലും. അത് മനസ്സിലാക്കി സാൻവി അവരോട് വിശദമായി സംസാരിക്കാൻ തുടങ്ങി. അതായത് ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയിരുന്ന കാലം, +2 കാലഘട്ടം മുതലേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബാംഗ്ലൂരിലുള്ള എൻ്റെ തുടർ പഠനം. അതിനുവേണ്ടി +2 നല്ല രീതിയിൽ തന്നെ ഞാൻ പാസ്സായി. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ അഡ്മിഷൻ എടുക്കുന്നതിലൊന്നും എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ പെൺകുട്ടികൾ ദൂരെ പോയി പഠിക്കുന്നതിനോടൊന്നും അച്ഛനൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എപ്പോഴും മൂത്ത മകൻ സിദ്ധാർത്ഥിൻ്റെ കാര്യമായിരുന്നു ഏറ്റവും പ്രാധാന്യം. അതിനോടൊപ്പം തന്നെയായിരുന്നു എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയും. എങ്കിലും എൻ്റെ വാശി സമ്മതിച്ചു എന്നെ അവർ അവിടേക്ക് പഠിക്കാനായി പറഞ്ഞു വിട്ടു. അവിടെ സിദ്ധാർത്ഥുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു എൻ്റെ വീട്ടുകാർക്ക്. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും കാരണമുണ്ടായ ഉടനെ എൻ്റെ വീട്ടുകാർ പറയുന്നത് സിദ്ധുവിനെ വിളിക്കെന്നായിരുന്നു. അതിനപ്പുറം ഒരു കാര്യവും എന്നെക്കുറിച്ച് എൻ്റെ വീട്ടുകാർ തിരക്കിയില്ല എന്നതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴും ഞാൻ ആദ്യം വിളിച്ചത് സിദ്ധാർത്ഥിനെ തന്നെയായിരുന്നു. എന്നാൽ അവിടെ നിന്ന് എനിക്ക് ലഭിച്ചത് മോശകരമായ അനുഭവം. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് കാർത്തിയേട്ടൻ എന്നെ കാണാൻ അവിടേക്ക് വരുന്നത്. ഏട്ടൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ പറയാം. തൽക്കാലം നമുക്കങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. എന്തു പറയുന്നു? അതിനെന്താ, നമുക്ക് ആ ചായക്കടയിൽ ഇരുന്ന് സംസാരിക്കാം. എബി ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവൾക്ക് മറുപടി കൊടുത്തു. അങ്ങനെ അവർ 4 പേരും കൂടി സംസാരിച്ചുകൊണ്ട് പതിയെ ആ ചായക്കടയിലേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ അവൾ തന്നെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും അവരോട് പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് അവർ ആ ചായക്കടയിലെത്തി. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ചായ കുടിച്ചാലോ? എബിയുടെ സ്വരമായിരുന്നു അത്. അതിനെന്താ, നീ ഓർഡർ ചെയ്യ്. സാൻവി അവന് മറുപടി നൽകിക്കൊണ്ട് ആദിയുടെ നേരെ തിരിഞ്ഞു. അപ്പോഴേക്കും എബിയും കോഫി ഓർഡർ ചെയ്തുകൊണ്ട് സാൻവിയുടെ കഥ കേൾക്കാനായിരുന്നു, ഒപ്പം നയനയും. അപ്പം കാർത്തി സാർ എങ്ങനെ ഈ പ്രശ്നം ഡീൽ ചെയ്തു? അതാണ് എൻ്റെ കാർത്തിയേട്ടൻ. ആരും എന്നെ ശ്രദ്ധിച്ചില്ലേലും ഏട്ടൻ്റെ മനസ്സിൽ എന്നോട് ചെറിയൊരു സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ അദ്ദേഹം അന്വേഷിച്ചിരുന്നു. അങ്ങനെയാണ് എൻ്റെ അവസ്ഥകളൊക്കെ എൻ്റെ ഏട്ടൻ മനസ്സിലാക്കുന്നതും അതിനുള്ള പരിഹാരം കാണുന്നതും. സ്വന്തം ഏട്ടനെ കൊണ്ട് കഴിയാത്തയാ എൻ്റെ കാർത്തിയേട്ടൻ ചെയ്തത്. എനിക്ക് വേണ്ടി അവൻ്റെ കാല് തല്ലി ഓടിച്ചതിൽ എൻ്റെ കാർത്തിയേട്ടനാണെന്ന് പറയാൻ എനിക്കിപ്പോൾ അഭിമാനം മാത്രമേ ഉള്ളൂ ഏട്ടത്തി. അത്രയ്ക്ക് എൻ്റെ ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ ഏട്ടൻ നിനക്ക് അഭിമാനമാ സാൻവി, എന്ന എൻ്റെ ആങ്ങള ഒരപമാനവും. നയനെ ഏറെ വേദനയോടെ പറഞ്ഞു നിർത്തി. അതെന്താ കൊച്ചേ, അവൻ നിന്നോട് എന്തെങ്കിലും പോക്കൃത്തരം കാണിക്കാൻ വന്നോ? അയ്യോ ഇല്ല, ഞങ്ങളുടെ വീട്ടിലെല്ലാം ഇവൻ നല്ലവനായ ഉണ്ണിയായിരുന്നു. ആർക്കും ഒരു സംശയവും തോന്നിയിരുന്നില്ല. അത് തന്നെയാണ് അവൻ്റെ വിജയവും. പിന്നെ ഇയാളെങ്ങനെ തൻ്റെ സഹോദരൻ്റെ വിശ്വരൂപം കണ്ടു? എബി സംശയത്തോടെ തൻ്റെ മുൻപിലിരിക്കുന്ന ആ പെൺകുട്ടിയോട് ചോദിച്ചു. അത് കാണിച്ചെന്നത് ദൈവം തന്നെയാണ്, എന്നാൽ അത് വിശ്വസിക്കാൻ കുറച്ചു നാളെടുത്തു എന്ന് മാത്രം. ഇയാൾ എന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് മനസ്സിലായില്ല. അതോ, എടാ, എൻ്റെ വീട്ടിലൊരു പെൺകൊച്ച് ജോലിക്ക് വരുമായിരുന്നു. എന്നിട്ട് ആ കുട്ടിയെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. അതുപോലെയായിരുന്നു ആ കുട്ടിയുടെ പെരുമാറ്റമൊക്കെ. ശരിക്കും പറഞ്ഞാൽ കുട്ടിത്തം തുളുമ്പുന്ന പ്രകൃതം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുതന്നെയായിരുന്നു ആ പെൺകുട്ടി. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അവൾ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്നത്. ആ സമയങ്ങളിലൊന്നും നിധിൻ അധികം ഇവിടെ ഉണ്ടായിരുന്നില്ല. കൂടുതലും ജോലിസ്ഥലത്ത് തന്നെയായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ചെറിയൊരു പനി ബാധിച്ച് അയാൾ ഒരാഴ്ച ലീവിന് വീട്ടിലേക്ക് വന്നത്. ആ സമയത്താണ് അവൻ ആ പെൺകുട്ടിയെ നേരിൽ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. എന്നിട്ട്
സാൻവിയുടെ ശബ്ദമുയർന്നു. എന്നിട്ടെന്താ സാനു, ആ മോൻ ആ കൊച്ചിനോട് ആരും അറിയാതെ മോശമായി പെരുമാറാൻ തുടങ്ങി. അതിന് സ്വന്തമായി ഒരമ്മ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, അതിൻ്റെ പ്രായം കഷ്ടി ഒരു 18, അത്രേ കാണൂ. വലിയ പഠിപ്പൊന്നും അതിനില്ല. രോഗിയായ അവളുടെ അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരത്തിനും മരുന്നിനുമൊക്കെയായിട്ടാ ആ പെണ്ണ് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്നത്. ഇവൻ്റെ ശല്യം കൊണ്ട് ഇവൾ ജോലിക്ക് വരുന്നത് പോലും അവസാനിപ്പിച്ചു. എന്നിട്ടും അവൻ്റെ ഡാഷ് മാറിയില്ല. സാൻവി ആ കൊച്ചിനോട് തോന്നിയ ഭ്രമം കൊണ്ട് തന്നെ ഇവൻ നല്ലവനായി അഭിനയിച്ചുകൊണ്ട് ഞങ്ങളുടെ അമ്മയും കൂട്ടി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നു. അവൻ്റെ ലക്ഷ്യം തന്നെ അവളെ എങ്ങനെയെങ്കിലും ജോലിക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നായിരുന്നു. ഏതാണ്ട് ആ പദ്ധതിയിൽ അവൻ വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം ജോലിക്ക് പോകാതായതോടെ ആ കുട്ടിയുടെ വീട്ടിൽ പട്ടിണി തന്നെയായിരുന്നു. ഇതിനിടെ അവളുടെ അമ്മയ്ക്ക് അസുഖം മൂർച്ഛിച്ചു വന്നു. വേറെ എവിടെയും ജോലി കിട്ടാതായതോടെ അവൾ വീണ്ടും നമ്മുടെ വീട്ടിൽ ജോലിക്ക് വന്നു തുടങ്ങി. എന്നിട്ടും അവിടെ സംഭവിച്ചൊന്നും ആ പെൺകുട്ടി നമ്മളോട് പറഞ്ഞിരുന്നില്ല. പറഞ്ഞാലും അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും ആ പെൺകുട്ടി പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്യില്ലായിരുന്നു. കാരണം എല്ലാവർക്കും അത്രയും നല്ലവനായിരുന്നു അയാൾ. ആ പെൺകുട്ടി വന്നതിന് ശേഷം അയാൾ വീണ്ടും അവളെ ഉപദ്രവിച്ചോ? ആതിര ആദിയോടെ ചോദിച്ചു. അതേപ്പറ്റിയാടി ചേച്ചി ഞാൻ പറഞ്ഞു വരുന്നത്. ഇവൻ അമ്മയും മുത്തശ്ശിയുമൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടി ജോലിക്ക് വരുന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നു. അതിൻ്റെ പിറ്റേ മാസമായിരുന്നു ഓണാവധി. അവനും അവൻ്റെ 2-3 കൂട്ടുകാരും കൂടി അന്ന് ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വന്നത് മുതൽ അവന്മാരുടെ കണ്ണുകൾ ആ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയായിരുന്നു. അതോടെ ആ കുട്ടിക്ക് വളരെയധികം ഭയമായി. എന്നാൽ ആരോടൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടി. അന്ന് ചെയ്ത ജോലിയിലൊന്നും ശ്രദ്ധയില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ വല്യമ്മ ഒക്കെ ആ കൊച്ചിനെ ഒരുപാട് ശഹാരിച്ചു. ആ സമയം ഞാനും ലീവിന് അവിടെ ഉണ്ടായിരുന്നു. ഇവൻ ഇവളുടെ പിറകെ നടക്കുന്നത് ഞാനും 1-2 തവണ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് അയാളെപ്പോലെ നല്ല സ്വഭാവമുള്ള ആളുകൾ ഈ നാട്ടിൽ വേറെ ഇല്ലെന്ന് തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ആ പാവം പെൺകുട്ടിയാണ് അവിടെ തെറ്റിദ്ധരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരി ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നത്. അതിൽ തെളിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ ഞാനൊരു നിമിഷം ഞെട്ടി. എൻ്റെ ഏട്ടനും വേറെ ഏതോ ഒരു പെൺകുട്ടിയും. അത് കണ്ടതും എന്താ സംഭവം എന്നറിയാനായി ഞാൻ അവളെ തിരിച്ചു വിളിച്ചു. എന്നാൽ കോള് കട്ട് ചെയ്തതിന് ശേഷം അവൾ 4-5 ഫോട്ടോ കൂടി എനിക്ക് അയച്ചു തന്നു. അതിൽ 4 പെൺകുട്ടികൾ. ഈ നിമിഷം ഇതെന്താണെന്നറിയാതെ ഞാൻ ആകെ പകച്ചുപോയി. പിന്നൊന്നും നോക്കിയില്ല. ഉടനെ തന്നെ ഞാൻ അവളെ കോൾ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. അതിൽ നിന്നും അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കരയണോ ചിരിക്കണോ എന്ന അവസ്ഥയിലായി. അതെന്താ അങ്ങനെ? എടാ, ഇവളുടെ ഏതോ ഒരു സ്കൂൾ ഫ്രണ്ടുമായി ഇവൻ പ്രണയത്തിലായിരുന്നു. അതും ഇൻസ്റ്റ വഴി. പ്രണയമല്ലേ, അത് പോട്ടേന്ന് വയ്ക്കാം. എന്നാൽ ഇവിടെ അവനുള്ളത് പ്രണയമായിരുന്നില്ല, വെറും ഡാഷ് മാത്രമായിരുന്നു. അതാ പെൺകുട്ടിക്ക് മനസ്സിലായത് ഈ മോൻ്റെ ഒറിജിനൽ കാമുകിയിൽ നിന്നായിരുന്നു. ഇവനൊക്കെ കാമുകിയുമുണ്ടോ? എബി പുച്ഛത്തോടെ ചോദിച്ചു. ഇനി അതിനു മാത്രം എന്തിനാ ഒരു കുറവെന്ന് വെച്ചിട്ടാകാം അവനൊരു പെണ്ണിനെ സെറ്റാക്കിയിരുന്നു. ആ പെൺകുട്ടി കുറച്ച് സംശയമൊക്കെയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവൻ അറിയാതെ ഇവൻ്റെ ഇൻസ്റ്റാ പാസ്വേഡ് അടിച്ചു മാറ്റിയിരുന്നു. ആ പെങ്കൊച്ച് ഇവൻ്റെ ഇൻസ്റ്റയിൽ കയറി സകല കളത്തരങ്ങളും കണ്ടുപിടിച്ചു. ഇൻസ്റ്റയിൽ തന്നെ ഒരേ സമയം ഇവൻ 6 പെൺകുട്ടികളുമായി പ്രണയമുണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടും. അതറിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരി എന്നെ വിളിച്ച് പറഞ്ഞതായിരുന്നു. അവൻ ഓണാവധി എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് മുങ്ങിയത് തന്നെ ഈ പ്രണയക്കേസിൻ്റെ പ്രശ്നത്തിലായിരുന്നുവെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ആ നിമിഷം തന്നെ നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെൺകൊച്ചിൻ്റെ കണ്ണിൽ കണ്ട പേടിയും നിധിനെയും കൂട്ടുകാരെയും കണ്ടതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ കരുതുന്നതിന് മുൻപ് തന്നെ ഈശ്വരൻ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരു കൂട്ടം ആളുകളെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പറഞ്ഞയച്ചിരുന്നു. അതായത് അവൻ പ്രേമിച്ച പെൺകുട്ടികളുടെ 3 സഹോദരന്മാരും, അതുപോലെ ഇവൻ ഇൻസ്റ്റയിൽ പ്രേമിച്ച് പറ്റിച്ച പെൺകുട്ടികളും അവരുടെ സുഹൃത്തുക്കളും. പിന്നീട് നടന്നത് ഒരു പൂരം തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മുടെ കുട്ടിക്കലെ വൈദ്യശാലയിലെ എണ്ണത്തോണിയിൽ കിടപ്പുണ്ട് ആ മഹാൻ. ഇതിൻ്റെ പേരിൽ നിശ്ചയിച്ചുറപ്പിച്ച എൻ്റെ വിവാഹം കൂടി മാറിപ്പോയി. അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. എടാ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാലും നിതിൻ ഇങ്ങനെ ഒരാളായിരുന്നുവെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അത് സാരമില്ല പെണ്ണേ, നിന്റെ കാർത്തിയേട്ടൻ ആവശ്യത്തിന് അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ പെൺകുട്ടിയുടെ ആങ്ങളമാരും സുഹൃത്തുക്കളും. അതുകൊണ്ട് ഇനി ആ പൊന്നുമോനെ കൊണ്ട് ആർക്കും വലിയ ശല്യമൊന്നും ഉണ്ടാകുകയില്ല. അവളുടെ ഓരോ വാക്കുകളിലും അവനോടുള്ള അമർഷവും ആദിക്കും കൂട്ടർക്കും വ്യക്തമായിരുന്നു. അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ നിന്റെ കുടുംബത്തിലോട്ടൊന്നും പോകാറില്ലേ? നയന എന്തോ ഓർത്തതുപോലെ അവളോട് ചോദിച്ചു.